പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തെ പോലീസ് മർദ്ദിച്ചെന്ന പരാതിയിൽ പത്തനംതിട്ട എസ്പിയോട് ഡിഐജി റിപ്പോർട്ട് തേടി. എസ്ഐക്ക് ഗുരുതര വീഴ്ചയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ എസ്ഐ എസ് ജിനുവും സംഘവുമാണ് ഇവരെ മർദ്ദിച്ചത്. ആളുമാറിയാണ് മർദ്ദനമെന്ന് റിപ്പോർട്ട്. ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്ന് പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാർ അറിയിച്ചു. ബാറിന് മുന്നിൽ പ്രശ്നമുണ്ടാക്കിയവരെ തേടിയാണ് പോലീസ് എത്തിയത്. കോട്ടയം സ്വദേശികളായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 7 അംഗ സംഘത്തെയാണ് പോലീസ് മർദ്ദിച്ചത്. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്ന് ആന്റണി MP ആവശ്യപ്പെട്ടു. ഒരു പ്രകോപനം കേട്ട ഒരു കണ്ടി പോലീസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ലാത്തി എടുത്ത് അങ്ങ് അടിക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങള് സംസാരിക്കുന്നുണ്ട്, ഇത് എന്താണെന്ന് പോലും ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ടൈം കിട്ടുന്നില്ല. എന്റെ വൈഫുണ്ട് കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞ് ലേഡീസ് ഉണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് പോലും അവരങ്ങ് തല്ലി. ഞങ്ങൾ ഓടിപ്പോയി അങ്ങ് വീണ്. ഞാനും അവളും കൂടെ വീണപ്പത്തിങ്ങനെ വീണടുത്ത് വെച്ച് അങ്ങ് അടിച്ചു വരിക. ഞങ്ങൾ എന്റെ തലക്കിലടിച്ച് വൈഫിനെ കൈക്കിലടിച്ച് അവളുടെ കൈ എന്റെ പൊട്ടലുണ്ട്, ഷോളിന് പൊട്ടലുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അവരെന്നിട്ട് അങ്ങ് പോയി. ഞങ്ങൾ അന്നാ അവിടെ അടി കൊണ്ട് കടങ്ങ് തല പൊട്ടി ചോര ഒഴിച്ചെന്ന് പറഞ്ഞാൽ അവർ മൈൻഡ് ചെയ്തില്ല ഞങ്ങളെ. അവരങ്ങ് പോവുകയും ചെയ്തത്. എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഈ കേരളത്തിൽ ഇങ്ങനെ ഇതുപോലൊരു സാഹചര്യം ഞങ്ങൾ ഇതുവരെ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാവുക. വളരെ ക്രൂരമായ ഒരു സംഭവമാണ് പത്തനംതിട്ട നടന്നത്. ഒരു വിവാഹത്തിൽ പങ്കെടുത്തിട്ട് KSRTC സ്റ്റേഷനിൽ വണ്ടി നിർത്തിയത് ആ വാഹനത്തിൽ വന്ന ഒരാളെ ബസ്സിൽ കയറ്റി വിടാൻ വേണ്ടിയാണ്. അപ്പോഴാണ് പോലീസ് വന്ന് നേരെ ഈ സ്ത്രീയെ, ഭർത്താവിനെയും കൂടെയുള്ളവരെയൊക്കെ അകാരണമായിട്ട് അടിക്കുന്നത്. അടികൊണ്ട് നിലത്ത് വീണ ഈ സ്ത്രീയെ ചവിട്ടി എന്നാണ് അവരെന്നോട് ഫോണിൽ സംസാരിച്ചത് പറഞ്ഞത്. എന്തുവാകാം, ഒരു മനസാക്ഷിയില്ലാത്ത കാര്യമാണ്. നടപടി ആ ഉദ്യോഗസ്ഥനെതിരെ വേണം, കർക്കശമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നന്ദുഷ ചേരുന്നുണ്ട്. നന്ദുഷ, ആളുമാറി അടിച്ചു എന്നൊന്നും പറഞ്ഞ് പോലീസിന് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. കാരണം അകാരണമായി അടിച്ചു. ഇനി ആളുമാറിയാലും അങ്ങനെ ലാത്തിക്കടിക്കാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. നടപടിയിലേക്ക് കടക്കേണ്ട സമയവും കഴിഞ്ഞിരിക്കുന്നു. എന്ത് നടപടിയെടുത്തു പോലീസ് ഇത്ര സമയമായിട്ടും? തീർച്ചയായും തന്നെ ഇന്നലെ ഉണ്ടായത് വളരെ ഭാഗ്യകരമായ ഒരു സംഭവമായിരുന്നു. കാര്യം നേരെയാണ് ആളുമാറി പോലീസിന്റെ ഒരു മർദ്ദനമുണ്ടായത്. ബാറിന് മുന്നിലുണ്ടായിരുന്ന അക്രമ സംഘമാണെന്ന് കരുതിയാണ് ഈ കുടുംബത്തെ പോലീസ് മർദ്ദിച്ചത്. ഏതായാലും നിലവിൽ കർശനമായ നടപടിയുമായി ഈ കുറ്റാരോപിതരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് ഇതിൽ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. DIG റിപ്പോർട്ട് തേടിയിട്ടുണ്ട് വിഷയത്തിൽ. അതോടൊപ്പം DYSP നന്ദകുമാർ, പത്തനംതിട്ട DYSP നന്ദകുമാർ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ ആശുപത്രിയിലെത്തി കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തുകയുണ്ടായി. അത്തരത്തിൽ വിവിധ തരത്തിൽ ഈ അന്വേഷണ സംഘത്തിന്റെ ഉൾപ്പെടെയുള്ള വിശദീകരണം, അതായത് കുറ്റാരോപിതരായ കുടുംബത്തെ മർദ്ദിച്ച ഉദ്യോഗസ്ഥരുടെ അടക്കം വിശദീകരണം തേടിയ ശേഷമായിരിക്കും ഇനിയിപ്പോൾ ഏത് നടപടിയിലേക്ക് കടക്കണമെന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തതയുണ്ടാവുക. ഏതായാലും ഇന്നലെ നടന്ന 7 അംഗ സംഘമായിരുന്നു ഉണ്ടായിരുന്നു. അവർക്ക് നേരെ പോലീസ് അതിക്രൂരമായിട്ടുള്ള ആക്രമണമാണ് വിളിച്ചത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ മർദ്ദിച്ചു. അവരിപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തലയ്ക്കുൾപ്പെടെ അടിയേറ്റു എന്നാണ് മർദ്ദനമേറ്റ ആളുകൾ നമ്മളോട് പ്രതികരിച്ചത്. ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ ഒരു കുറ്റവിലവും ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ് വനിതകൾ ഉൾപ്പെടെയുള്ള സംഘത്തെ പോലീസ് മർദ്ദിച്ചതെന്നും അടിയേറ്റ ആളുകൾ പറയുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും DIG ദക്ഷിണമേഖല DIG വിഷയത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് വകുപ്പിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് തന്നെ. യെസ് സന്തോഷ, ഇവിടെ നേരത്തെ ആ കുടുംബം നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു, വനിതാ പോലീസ് ഇല്ലായിരുന്നു. കണ്ടപാടെ, അതായത് തിരിച്ചൊന്നും പറയാൻ പോലുമുള്ള സമയം കൊടുക്കാതെ ലാത്തി കൊണ്ട് അടിച്ചു എന്ന് പറയുന്നു. അവർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഏറ്റിരിക്കുന്നത്. അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ് നിലവിൽ? കുട്ടികൾക്കും സ്ത്രീകൾക്കും ഉൾപ്പെടെയാണ് അടിയേറ്റിട്ടുള്ളതെന്ന് പറയുന്നു. ഇതിൽ വയോധികരായിട്ടുള്ള സ്ത്രീകളുമുണ്ട്. അവർക്ക് ആരോഗ്യസ്ഥിതി സാരമായ പരിക്ക് തന്നെയാണ് ഈ മർദ്ദനത്തിൽ ഏറ്റത്. എന്നാൽ ഇപ്പോൾ ചികിത്സയിലൂടെ ഏകദേശം ഒരു തൃപ്തികരമായ നിലയിലേക്കുള്ള ആരോഗ്യനില എത്തിയിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ തലയ്ക്ക് അടിയേറ്റ സ്ത്രീ തന്നെ ആളുടെ പരിക്കാണ് ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായി പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ
ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് അത്തരത്തിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ ഒരു സംഭവത്തിനെതിരെ പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നത്. ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികൾ ഈ കുടുംബത്തെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. അതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരായിട്ടുള്ള നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ഈ കുടുംബത്തെ ആശുപത്രിയിലെത്തി സന്ദർശിക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു ആശുപത്രിയിൽ നിന്ന് തന്നെ. ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥരെ പത്തനംതിട്ട സ്റ്റേഷനിലെ SI ജിനുവും സംഘവുമാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമ സംഭവത്തിലേക്ക് കടന്നതെന്നാണ് ഇന്നലെ മനസ്സിലാക്കാൻ സാധിച്ചത്. അതോടൊപ്പം ഇവർക്കെതിരെ ശക്തമായ അന്വേഷണവുമായി തന്നെയാണ് ജില്ലയിലെ DYSP ആയിട്ടുള്ള നന്ദകുമാർ സംഘവും മുന്നോട്ട് പോകുന്നത്. സെക്ടർ ബ്രാഞ്ച് റിപ്പോർട്ടും പോലീസ് സംഘത്തിന് എതിരായിട്ടാണ് വന്നത്. അതായത് ആള് മാറി കുടുംബത്തെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. അതാണ് ആ വിശദീകരണമാണ് മനസ്സിലാത്തത്. എങ്ങനെ ആള് മാറി മർദ്ദിച്ചു എന്നുള്ളത്, ബാറിൽ നിന്ന് ഇറങ്ങിയ മദ്യപ സംഘത്തെയാണ് എന്ന് കരുതി എങ്ങനെയാണ് ഈ നോർമലായിട്ടിരിക്കുന്ന മനുഷ്യരെ മർദ്ദിക്കാൻ പോലീസിന് സാധിച്ചത്? ഈ SI ജിനു ആരാണ്? പോലീസ് ക്രിമിനലുകളെ പെട്ട ഇല്ലെങ്കിൽ ആ ലിസ്റ്റിലുള്ള ആളാണോ? ഇതിനു മുൻപും ഇത് തന്നെയാണോ ശീലം? നേരത്തെ ആന്റണി MP പറഞ്ഞതനുസരിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്ന് പത്തനംതിട്ടയിൽ ഇതൊന്നും രണ്ടുമല്ല നിരവധി സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതൊക്കെ ഉണ്ട്. അതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. പോലീസ് കൃത്യമായിട്ടുള്ള നടപടിയിലേക്ക് കടക്കും എന്നും കരുതാം. ഇപ്പോൾ